നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒട്ടുമിക്ക ബോയ്സും ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പാർട്ട് ടൈം ജോബിന് പോയ കഥയാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മളെ ടുട്ടുവാൻ നമ്മളെ വീട്ടിലത്തെ പുതിയ മെമ്പറാണ് കേട്ടാ. കാണുമ്പോൾ ഭയങ്കര നിഷ്കളങ്കനായിട്ട് തോന്നും, പക്ഷെ ആള് അൺലിമിറ്റഡ് കുരുത്തക്കെടാണ് കേട്ടാ. സത്യം പറഞ്ഞാല് കുറെ നാളത്തെ ശേഷമാണ് കേട്ടാ 7 മണിക്ക് മുമ്പ് എണീച്ചിട്ട് നാട്ടിലെ ഇങ്ങനെയുള്ള ഒരു സഞ്ചാരമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തെല്ലാം സഞ്ചരിക്കുമ്പോൾ ആണല്ലേ നമ്മളെ നാട്ടുമ്പുറത്തിന്റെ ശരിക്കും ആ ഒരു പാങ്ങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ രുചി തട്ടുമലിന്റെ കാറ്ററിംഗ് ബോയ് ആയിട്ടാണ് കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഹോട്ടൽ ബിസിനസിന്റെയും അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസിന്റെ എല്ലാം തലച്ചൂടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെ രുചിന്റെ മുതലാളി നിഷാചേട്ടനോട് ഞാനും വരുന്നു പറഞ്ഞിട്ട് ബേം കീഞ്ഞു വാഞ്ഞു വന്നതാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് മെമ്പേഴ്സും കൂടിയുള്ള ഒരു മീറ്റിംഗിന്റെ ആടെയായിരുന്നു കേട്ടോ നമ്മളെ ഇന്നത്തെ കാറ്ററിംഗ് സർവീസ്. അങ്ങനെ രാവിലത്തെ ചായ കൊടുക്കേണ്ട പരിപാടിയെല്ലാം ചടവടയെ കഴിഞ്ഞു. ഇനി ഉച്ചക്ക് സദ്യ കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. പപ്പടം പോലത്തെ നല്ല വെയിറ്റ് ഉള്ള സാധനമെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ വണ്ടിയിൽ കൊണ്ടുവച്ചത്. അത് കഴിഞ്ഞ് ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ട് കറക്റ്റ് 1 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായി. ഈ വീഡിയോയിൽ കാണുന്ന ഓരോ മുഖങ്ങളും നിങ്ങളുടെ നാട്ടിലത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ മെമ്പർ ആരാന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു കാറ്ററിംഗ് വർക്കിന് പോയി ഞാൻ പഠിച്ചൊരു പാഠം എന്താന്ന് വെച്ചാല് നമ്മൾ എത്ര വലിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളെ ചുറ്റും ഏതൊരു ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ചെറുത് വലുത് നോക്കാതെ അവർക്കൊരു വാല്യൂം റെസ്പെക്റ്റും കൊടുക്കാൻ പറ്റുന്നവരായിരിക്കും യഥാർത്ഥ നന്മ നിറഞ്ഞ മനുഷ്യർ. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ മുതലാളിന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തം പഞ്ചായത്തിൽ ചായ കൊടുക്കാൻ വന്നു. അവിടെ എത്തിയിട്ട് നമ്മളാണ് ഇങ്ങനെ ഒരു ലോഡ് കട്ടിൽ നിരത്തിയിട്ടിട്ട് കണ്ട. ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നവര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കിട്ടിയ പൈസക്ക് മുടിയും കളഞ്ഞ് നമ്മ നേരെ വീട്ടിലേക്ക്. ശരിയെന്നാ.